ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായില്ല. പള്ളിയിലേക്ക് പോക്കും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് എല്ലാവരും കൂടിയിട്ട് ചെയ്തു. അത്രയ്ക്കേ ഉണ്ടായുള്ളൂ. പുറത്തേക്കുള്ള യാത്രകൾ വളരെ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. രാവിലെ ഇന്ന് തോമൂനാണ് ഊഴം കിട്ടിയത്, അപ്പയുടെ കൂടെ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ ചാക്കോച്ചനെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. അപ്പം മുറ്റത്ത് നോക്കിയപ്പോൾ നല്ല ഒരു അന്തരീക്ഷം, മഴയുമില്ല വെയിലുമില്ല, ഒന്നുമല്ല. പിന്നെ നല്ലോണം നേരത്തെ ഇന്ന് ഞാൻ കുറേ നേരത്തെ എണീറ്റു കേട്ടോ. അപ്പം അങ്ങനെ വേഗം പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഡാഡി പതിവ് പോലെ പേപ്പർ വായിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡാഡി പേപ്പർ കഴിഞ്ഞിട്ടുള്ളൂ പരിപാടി എന്നുള്ളത്. അപ്പോൾ ലീലാംശി എന്നിട്ട് ഇന്ന് രാത്രിയാകുമ്പോൾ പേപ്പറും കൊണ്ടുപോയി ആളും പേപ്പർ വായിക്കുന്ന കൂട്ടത്തിൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചരമങ്ങൾ ആദ്യം നോക്കാമെന്ന്. ഡാഡിയും ചരമങ്ങൾ തന്നെയാണ് നോക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പതിവുംപടി എനിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചായ അല്ലെങ്കിൽ ഒരു കുഴലപ്പം അത് കഴിച്ചിട്ടാണ് ഞാൻ പോവുക. പിന്നെ തിരിച്ച് വന്നിട്ടാണ് ഞാൻ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. ഇന്ന് സംഭവം നല്ലോണം നേരത്തെയാണ്, എന്നാലും അത് തന്നെ മതിയെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല നമ്മളവിടെ പോയിട്ട് ഇരിക്കുമ്പോൾ. അപ്പം അങ്ങനെ രാവിലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നോക്കിയപ്പോൾ സമയമുണ്ട്, നല്ലോണം സമയമുണ്ട്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ചായ വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് തിരിച്ചിട്ട കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡോണിനോട് ഞാൻ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവനവിടെ പിടിച്ച് നിർത്തിയിട്ടോ. അപ്പോൾ അതോടുകൂടി തന്നെ ഞാനതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റാവുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉച്ചയ്ക്ക് വെക്കാനുള്ള ഇറച്ചിയുടെയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് പുറത്ത് വെച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച അങ്ങനെ കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ബാക്കിയുണ്ട്, മീനൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ആഴ്ച ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് പുറത്ത് വെച്ചു. അപ്പോഴേക്കും ചായയായി. ചായയും കുഴലപ്പം കൂടിയിട്ട് ഞാനും ഞങ്ങൾ 3 പേരും ചായയും കുഴലപ്പമൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ എണീറ്റ് വന്നു. ചാക്കോച്ചന് ഇഷ്ടമാണ് കുഴലപ്പം കേട്ടോ. ഡിവൈൻ അങ്ങനെ കുഴലപ്പം തന്നെയില്ല. എനിക്ക് കോട്ടയത്ത് കുഴലപ്പം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ കുഞ്ഞു കുഴലപ്പം വേറൊരു ടേസ്റ്റും കാര്യങ്ങളാണ്. അങ്ങനെ ഡാഡി പോണതിന് മുമ്പ് വേഗം കുട്ടികൾക്ക് നാളികേരം ചിരക്കി കൊടുക്കുക. ഞാൻ പറയാറില്ലേ നാളികേരം ചിരകണ ഡിപ്പാർട്ട്മെൻറ്റ് ഡാഡിക്കാന്ന്. പിന്നെ ലീലാംശി വന്നപ്പോൾ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാട്ടോ. അവിടുന്ന് അവരുടെ നെയ്ബർ ആരും വന്നപ്പോൾ പുറമേ നിന്ന് കൊണ്ടുവന്ന മിഠായിയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിള്ളേഴ്സിനെ. അപ്പോൾ അത് ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റൽ കേസൊക്കെ എല്ലാവരും. അപ്പോൾ അത് ഞാൻ ബോക്സിലാക്കി അവിടെ വെച്ചു. പിന്നെ ഫ്രിഡ്ജ് കിട്ടിയ സമയം കൊണ്ട് ഒതുക്കി. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് ഞാനൊന്ന് ഒതുക്കി. എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്, കാരണം എനിക്ക് നിന്നും കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന്. ചാക്കോച്ചൻ്റെ വീഡിയോ എന്താണാവോ ഹാങ് ആയിട്ട് ഓപ്പൺ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇന്ന് ഡിവൈൻ രണ്ടാമത് അവരോട് റീസെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയില്ല, ഞാനതുകൊണ്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാച്ചുട്ടൻ്റെയാണ്. അപ്പോൾ അവരുടെ ഞാൻ പറയാറില്ലേ ഫസ്റ്റ് സ്കൂളിൻ്റെ പ്രത്യേകത, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ആ ഫ്ലവർ ചാച്ചാ നെഹ്റുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ വെപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറേ കുട്ടികളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ പാച്ചുവിൻ്റെ കാണിക്കുമ്പോഴും മറ്റു കുട്ടികളുടെയൊന്നും കാണിക്കാറില്ല. കാരണം ഇനിയിപ്പോൾ ഏതെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ പിന്നെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും മറ്റു കുട്ടികളുടെ കാണിക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും പാരൻസിനായി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറെ കുട്ടികളുടെ ഒന്നും കാണിക്കാത്തത്. അങ്ങനെ അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകുമ്പോൾ എവിടെയെങ്കിലും നീങ്ങണതിന് മുമ്പായിട്ട് അതുവരെയുള്ളത് എഡിറ്റ് ചെയ്തിടും. അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ കുറച്ച് പണി എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇന്നലത്തെ ചിൽഡ്രൻസ് ഡേയുടെ വീഡിയോസ് കിടക്കണം കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങിയത്, ഞാനും ഡാഡിയും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ 9:30 ഞാൻ പള്ളിയിലെത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ചെയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെയറിൽ ഞാനൊരു സൈഡിൽ അങ്ങോട്ട് നീങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോളം ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുക ചെയ്യാം കേട്ടോ. എനിക്ക് സാധാരണ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ മുട്ടുകുത്തി എണീക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വശത്ത് നീങ്ങി ഒരു അരിയത്ത് പോയിട്ട് ഇരിക്കുക ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ കെസ് ബേബിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ മിടുക്കനായിട്ട് അവൻ കിടക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷം കഴിഞ്ഞു, 4 വയസ്സ് 4 വർഷമായി. പക്ഷേ ഇപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ച പോലെ നമ്മൾക്ക് മനസ്സുകൊണ്ട് തോന്നുക. പക്ഷെ അവൻ ഇപ്പോൾ ഇത്രയ്ക്ക് ആയിട്ടുണ്ടാവും കണ്ടോ, 4 വയസ്സൊക്കെ ആയി. ഇപ്പം നമ്മുടെ മനസ്സിൽ കുഞ്ഞാണെങ്കിലും അവനിപ്പോൾ ഇത്രയും ആയിട്ടുണ്ടാവും.
അങ്ങനെ ഞങ്ങളിത് പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുട്ടികളെയും കൊണ്ട് പാരൻസ് പോണ കാണുമ്പോൾ ആദ്യം നമ്മൾ ചെറുപ്പത്തിലേ പോകുന്നത്, അത് കഴിഞ്ഞ് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ഡാഡി പോണത്, പോയി തിരിച്ച് വരുമ്പോൾ ഹോട്ടലിൽ കയറി ഫുഡ് വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അന്നും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന്. ശരിക്കും അന്നും ഇങ്ങനെ തന്നെയാണ്. ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് പോവും. കുർബാനയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ഷോപ്പും മെയിൻ റോട്ടിലായിരുന്നു. ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് ഡാഡി ഫുഡ് വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ സമയം കേട്ടോ. അപ്പോൾ അങ്ങനെ ചില സമയത്ത് തിരിച്ചാണ് നമ്മൾ ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. ചില സമയത്ത് കുട്ടികളെയും കൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നേരെ ഞങ്ങൾ ഔട്ടിങ്ങിന് പോവും. അങ്ങനെ സൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷങ്ങളുടെ ഒരു ദിവസമായിരുന്നു കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഞാനിവിടെ കുട്ടികളോട് പറയും. പക്ഷെ ഇപ്പം നമ്മളുടെ ഈ 3 പേരെയും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് മാക്സിമം യാത്രകൾ ഒഴിവാക്കണത് കേട്ടോ. അപ്പം ഞാൻ വരുമ്പോൾ ഡിമ്പിൾ 3 ആളെ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കായിരുന്നു. അപ്പോൾ ശരിക്കും 11:35. അപ്പോൾ ഇതെന്താണെന്നറിയോ, നിങ്ങൾ പെട്ടെന്ന് കണ്ട എന്തുട്ടണാവും തോന്നും. നമ്മുടെ കയ്പ്പക്കായ അരിഞ്ഞതാണ് കേട്ടോ. ഡിവൈനൊക്കെ അങ്ങനെ അരിയുക, കുനുകുനാന്ന് അരിയും. അപ്പോൾ ഇവർ ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീലാമ്മച്ചിക്കും ഫുഡ് കൊടുക്കണ്ടേ, അപ്പോൾ ദോശയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുണ്ടാക്കാനൊന്നും മെനക്കെട്ടില്ല. അപ്പോൾ 3 തരം ചമ്മന്തിൻ്റെ ഒരു സാമ്പാറും 2 തരം ചമ്മന്തി. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ശരിക്ക് പാലൊഴിച്ച് കഴിക്കാനാണ് നൂലപ്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചട്നിയും തേങ്ങാ ചട്നിയും പിന്നെ നല്ല സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കൂട്ടിയിട്ടാണ് നൂലപ്പം കഴിച്ചത്. കുട്ടികൾ ചോദിച്ചു ഇത് എന്ത് കോമ്പിനേഷനാണെന്ന്. ഞാൻ പറഞ്ഞു കോമ്പിനേഷനൊന്നും നോക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനത് കഴിച്ചു. ഡാഡി പൂരിയും കഴിച്ചു കേട്ടോ. അങ്ങനെ ഡോൺ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോവാണ്. അവനിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവർ ഫ്രണ്ട്സ് കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ കറികളും സംഭവമൊക്കെ നേരത്തോടെ ആയി. ബീഫ് ഫ്രൈ ഉണ്ട്, മീൻ മാങ്ങ വെച്ച് തൃശ്ശൂർക്കാരുടെ വെച്ച് വെപ്പ്, പിന്നെ ഇവിടെ കയ്പ്പക്കായ ഉപ്പേരി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ റോസ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന സിപ്പപ്പ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ഒതുക്കിയപ്പോഴാണ് അതൊക്കെ കാണുന്നത് ഞാൻ, അല്ലെങ്കിൽ ചെരിഞ്ഞിട്ട കാരണം ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെടുത്ത് കഴിച്ചു. അപ്പോഴേക്ക് ഡിമ്പിൾ അവിടെയൊക്കെ ഒതുക്കി കഴിഞ്ഞോട് കൂടിയിട്ട് മറ്റേ ഇറച്ചിയും കാര്യങ്ങളൊക്കെ പകർത്തി, ഞാൻ പറയാറില്ലേ ചാറായിട്ടൊന്ന് പിന്നെ കട്ട്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ അത് മാറ്റി വെച്ച് പിന്നെ നോക്കിയപ്പോൾ ഡിവൈൻ മോളിൽ നിന്ന് 2 ബോട്ടിൽ കൊണ്ടുവന്നു. ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് കുറച്ച് മണി പ്ലാന്റ് വെട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുത്തെ 1-2 മാറ്റാണ്ട് അത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റാൻഡും ഒന്ന് ഒതുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയിൽ വെക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിലിടുന്ന പൗഡറാണ് കേട്ടോ. 200 എത്ര രൂപയാണ്, പക്ഷേ നല്ലതാണ്. മൊത്തം ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, മെഷീൻ ക്ലീൻ ആവാനുള്ളതാണ് കേട്ടോ, തുണി അല്ല മെഷീൻ. അപ്പോൾ ഇത് അതിലിടുന്ന ടാബ്ലറ്റ്സാണ്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണികൾ അലക്കാനായിട്ട് ഇത് കൂടെ ഇടുമ്പോൾ കെട്ട് പിണഞ്ഞ് വരില്ല. ചിലത് കണ്ടിട്ടില്ലേ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഒന്നിച്ചിടുമ്പോൾ ആകെ കറങ്ങി വരുമ്പോൾ കെട്ട് പിണഞ്ഞ് വരും. ഇതാവുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരില്ല. ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം അതിൻ്റെ എൻ്റെ കയ്യിലത് കേട്ടോ. അങ്ങനെ അതും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇത് നമ്മളുടെ മറ്റേ മിനി പോർട്ടബിൾ മറ്റേ ഇതാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും നല്ലത് തന്നെയാണ് പറയുക. പക്ഷേ എനിക്കിത് അത്ര വലിയ ഉപയോഗമുള്ളതായിട്ട് തോന്നിയില്ല. ഇനി കുഞ്ഞുണ്ണികളില്ലേ, പ്രസവിച്ച് കിടക്കുന്ന ഉണ്ണികളുടെ തുണികളല്ല, ജസ്റ്റ് ഫ്രോക്ക് ഉടുപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാഷ് ചെയ്യില്ലേ, മറ്റേ അപ്പിയിട്ടതോ മൂത്രമൊഴിച്ചതോ ഒന്നും പറ്റില്ല കേട്ടോ. മൂത്രമൊഴിച്ചത് പിന്നെയുണ്ട്, എന്നാലും ഒരു കളറൊക്കെ ഉണ്ടാവും. വെറുതെ ഉള്ളതൊന്ന് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് വലിയ ഉപയോഗമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അതിനുള്ള ഓട്ടം ഉള്ളൂ അതിനകത്ത്, പവർ കുറവുള്ള ഒരു സംഭവമാണ്. എളുപ്പം എന്താ വെച്ചാൽ ബക്കറ്റിൽ ഇത് കുത്തിയിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നന്നായി തിരിയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണിയിലേക്ക് ഏർപ്പെടുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതൊന്ന് കറങ്ങി പതയിൽ മുങ്ങിയിരിക്കുമ്പോൾ ഒന്ന് ഊരിയെടുത്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ, കല്ലുമ്മലിക്ക് പോകണ്ടെന്ന് മാത്രം. അങ്ങനെ ആ ഭാഗം ക്ലീനാക്കി. അപ്പോൾ എനിക്കും ഒരു സമാധാനമായി. എനിക്ക് ഒരേ മുക്കും മൂലയും ഒതുക്കിയില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ എന്തായാലും ഈ ആഴ്ച സേവനവാരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വെച്ചാൽ. അപ്പോൾ ഇത് നമ്മുടെ വിഷുവിന് ഡാഡി വാങ്ങിക്കൊണ്ടുവന്ന പൂവാണ്. അപ്പോൾ അത് അവിടെ ഇവിടെയും കിടക്കണം. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കട്ടെ വെച്ചു. അങ്ങനെ ഞാൻ ഈ തുണികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. തുണിയിലിട്ട് അപ്പോൾ ഇന്ന് ഊണൊക്കെ നേരത്തോടെ കഴിഞ്ഞു. അപ്പോൾ ഡാഡി തുടരും സിനിമ കാണാൻ ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കോഫിയൊക്കെ വെച്ച്
അപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പോൾ ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ ടീ ബാഗ് യൂസ് ചെയ്യും. അപ്പോൾ ഡാഡിക്കും ഞാൻ ടീ ബാഗാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ രാവിലെ തന്നെ ഡാഡിക്ക് വേണമെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലൊഴിച്ച് ഒരു ഷുഗർ ഫ്രീയും ഇട്ടാൽ നല്ലത്. അപ്പോൾ ഈ ലെമണേഡിൻ്റെ ഞാൻ പറയും എപ്പോഴും കഴിക്കണം എന്ന്. അപ്പോൾ ഡാഡിക്ക് സ്റ്റോണിൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്റ്റോണിന് എപ്പോഴും ലെമൺ നല്ലതാണെന്ന് പറയും. സാധാരണ നമ്മൾ ഒറിജിനൽ നാരങ്ങ പിഴിയണതാണ് നല്ലത്. അതെപ്പോഴും പ്രത്യേകിച്ച് ഡാഡി അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഒരെണ്ണം വാങ്ങി പകുതി അത് മടി വരും. അപ്പോൾ ഇതാവുമ്പോൾ ഒരു തുള്ളി അതിലേക്ക് ഒഴിക്കല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അത് വാങ്ങി വയ്ക്കും. ഞാനായാലും ഇപ്പോൾ ചെമ്പരത്തിയുടെ കൂടെ ആയാലും അല്ലെങ്കിൽ റോസിന് വേണ്ടി വരില്ല, സാധാരണ കട്ടനായാലും ഞാനും യൂസ് ചെയ്യുക ആ ഒരു ഇതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ് ബസാറിൽ നിന്ന് സ്ഥിരം വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ ഓൺലൈനിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും പെട്ടെന്നൊരു അത്യാവശ്യത്തിൽ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. നമ്മൾ കേടുകൂടാണ്ട് എടുത്ത് വെക്കുന്ന സാധനമാകുമ്പോൾ അതിൻ്റേതായ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അല്ല നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് മതി, കുഴപ്പമില്ല. അതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാണ് ഇങ്ങനെ വാങ്ങി വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ മാലയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. എല്ലാവരും ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചായക്ക് വെള്ളം വയ്ക്കാൻ നിന്നു, ചായക്ക് വെള്ളമല്ല ചായ വയ്ക്കാൻ നിന്നു. ഡിവൈൻ അവിടെ മാവരയ്ക്കുക നാളേക്ക് ഇഡ്ഡലിക്കുള്ളത്. അപ്പം ഡിവൈനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും മൂപ്പര് ചെയ്തു തുടങ്ങിയിട്ടാണ്. സംസാരിക്കാൻ പറ്റായല്ല, സംസാരിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ തമാശയ്ക്ക് തന്നെ പറഞ്ഞു, ആൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആൾക്കത് പറ്റുമോ അറിയില്ല, പക്ഷേ മാക്സിമം ശ്രമിക്കാൻ പറഞ്ഞു. പക്ഷേ ആൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ വലിയ ഡാഡി ഇന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ഡാഡി കളിയാക്കിയിട്ട് പറഞ്ഞു, ന്യൂസ് കാണുന്ന പോലെ ഉണ്ട് ഡിവൈൻ വർത്താനം പറയുമ്പോൾ. അതുകൊണ്ട് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ തുണികളൊക്കെ മടക്കി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഡിവൈൻ്റെ എയർ ഫ്രയറിൽ നമ്മുടെ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ പാസ്ത. നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളിനെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ. അപ്പോൾ ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കാനായിട്ട് ഇഷ്ടം പോലെ ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ പുതിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള വീഡിയോ ഡിമ്പിൾ നാളത്തെ വീഡിയോയിലോ അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടും കേട്ടോ. കണ്ടമാനം ഗിഫ്റ്റ് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യലാണ് ഇപ്പോൾ ഡിമ്പിളുടെ ഒരു മെയിൻ സംഭവം, പണി എന്ന് പറഞ്ഞാൽ കേട്ടോ. കാരണം എല്ലാതും നല്ല നല്ല ഐറ്റംസാണ്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്. ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ ഞാനത് പറയണില്ല. എന്തെങ്കിലും ഒരു വാക്കിനോ പ്രൊണൗൺസിയേഷനോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനറിയില്ല. അപ്പോൾ ഇത് ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പറയാം. അപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഞാൻ ഇന്ന് അവിടെ ഡിമ്പിൾ പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അവളെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു 3 രാജാക്കന്മാരിൽ ഒരാൾ നിറം കുറഞ്ഞിരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചരിത്രത്തിലും അങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വെച്ചതെന്ന് പറഞ്ഞു കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റാണ്. ഇങ്ങനത്തെ പല സെറ്റുകളുണ്ട്. അതുപോലെ ക്രിസ്മസ് തീമുള്ള കണ്ടമാനം സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ പതിവ് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്താ പറയുക സെറ്റ് ചെയ്ത് ആർക്കാണോ അവർക്ക് അയച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വശത്ത് കൂടെ നടക്കുന്നുണ്ട്. ഡിവൈൻ മിണ്ടാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ കാര്യമായാലും വീട്ടിലത്തെ കാര്യങ്ങളായാലും പിള്ളേർസിൻ്റെ കാര്യമായാലും. അപ്പോൾ അവരോട് ഒച്ചയിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി നല്ല രസമുള്ളതല്ലേ. ഇപ്പോൾ സോസായിട്ട് വേണമെങ്കിൽ സോസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, സോപ്പ് ഡിസ്പെൻസറായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ള സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇത് വാഷ് ബേസിൻ്റെ അവിടെയാവും വെക്കുക കേട്ടോ. അതാവും കുറച്ചും കൂടി ഭംഗിയും തോന്നണോ എനിക്കറിയില്ല. ചിലവരിത് സോസ് ഇടാനായിട്ടും യൂസ് ചെയ്യും. ഒരു പ്ലേറ്റാണ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികളാണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാത്രിയായപ്പോൾ ഡിവൈൻ നമ്മുടെ വൈറൽ ചാള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിന്ന് ശരിക്കും പറഞ്ഞാൽ 2-3 തവണ കുറേശ്ശെ ഇടുക. ആദ്യം ഇട്ടതാണ്, പിന്നെ ടേസ്റ്റ് കൊണ്ട് ഒരു വട്ടം കൂടി ഇട്ടു. ഇട്ടത് ഡിമ്പിളായിട്ടത് ഇത്തിരി കൂടുതലിട്ടു. അപ്പോൾ ഈ വയറ് ഭയങ്കര ഫുള്ളായിട്ടോ. അത് കഴിഞ്ഞ് ഒരു പീസ് വാട്ടർമെലൺ കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു.
അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയ കാരണം എന്ത് തന്നെയായാലും രാത്രി ഉറങ്ങാനായിട്ട് കുറേ ലേറ്റാവും, എല്ലാവരും വൈകും. പക്ഷേ ഡോണും പിള്ളേർസും ലീലാംശമൊക്കെ കയറിയിട്ടോ, കാരണം ഡിവൈനൊന്ന് കിടന്നുറങ്ങാലും ഈ ആൻറ്റിബയോട്ടിക്കും ഗുളികകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വേഗം കിടന്നു. അപ്പോൾ കുട്ടികളും ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങാത്ത കാരണം അവർ നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ സമാധാനം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ പാച്ചുട്ടൻ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡിംപിൾ പറഞ്ഞു ഞാൻ രാത്രിയിൽ നിന്നിട്ട് നാളേക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം, കാരണം എനിക്ക് നാളെ കുറേ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പരിപാടികൾ ഞാൻ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡിവൈൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നത്തെ പരിപാടി ആകുമ്പോഴേക്കും റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഡിംപിൾ വേഗം ഉച്ചയിലത്തെ പരിപാടിക്ക് നിന്നു. പരിപ്പ് മിളക് വച്ച്, അമരക്കായ ഉപ്പേരി വെച്ചു, ചിക്കൻ റോസ്റ്റ് ചെയ്തു. ആ മൂന്നും കഴിഞ്ഞ് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു. കിച്ചണിൽ കൊണ്ടുവച്ച് പിന്നെ ആദ്യം ഡൈനിങ് ടേബിളിന്മേൽ കൊണ്ടുവച്ചിട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ മാലകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ കിച്ചണിൽ കൊണ്ടുവയ്ക്കാം, കാരണം ഡൈനിങ് ടേബിളിന്മേൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അവൾ കിച്ചണിൽ നിൽക്കണ നേരം കൊണ്ട് ഞാൻ വേഗം നമ്മളുടെ പട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കലും അവർക്കുള്ള രാത്രിയിലേക്കുള്ള ഇറച്ചി വെച്ച് കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളായിട്ട് നിന്നോട്ടോ. അങ്ങനെ എനിക്കും ഒരേ വശം ക്ലീൻ ആകുമ്പോൾ, അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഫ്രിഡ്ജ് തിരിച്ചിട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും എടുക്കാൻ പറ്റാണ്ടും പിന്നെ ഒന്ന് ഒതുക്കാൻ പറ്റാണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രീസറൊന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ വിചാരിച്ചു നാളെ ചെയ്യാം. അങ്ങനെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നിങ്ങൾക്കറിയാലോ ഞാൻ ബിസിനസ്സിലൊന്നും കാര്യമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ കുറേ പേര് ചോദിച്ചു എന്താ ആൻറ്റി കാണാത്തതെന്ന്. അപ്പോൾ അവർ വീഡിയോസ് കാണാത്തവരാന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണണമെന്നില്ലല്ലോ, അപ്പോൾ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിവൈൻ്റെ സർജറി കാരണം പിള്ളേർസുള്ള കാരണം ഞങ്ങളാരും നോക്കാത്തതാണ്, അതുകൊണ്ട് മൺഡേ തൊട്ട് ഓക്കെ ആവുന്നു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് ഡിവൈൻ ഓക്കെയാണ്. ഡിവൈൻ ഓക്കെ ആയാൽ പിന്നെ നമ്മൾക്ക് വേറെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ടോ. ഞങ്ങൾ 3 പേരും അങ്ങനെ എന്താ പറയുക, വലിയൊരു സംഭവം ചെറുതായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പോയി എന്ന് പറയില്ല, അതാണ് ഡിവൈൻ്റെ സർജറി ഉണ്ടായത്. വിചാരിച്ചേക്കാളൊക്കെ സ്മൂത്തായിട്ടാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് നാളേക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 ദിവസം മുമ്പ് ഞാൻ ഇട്ടത് ഇതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് സാധനങ്ങളാണോ ഇടുക അതിനാണ് ആദ്യത്തെ എൻക്വയറിയും കാര്യങ്ങളും വരിക. അപ്പോൾ ആ ബോക്സും കാര്യങ്ങളും മുമ്പ് വെക്കും. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് ഓരോന്ന് ചോദിച്ചിട്ട് പിന്നെ മറുപടി ഒന്നും പറയില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പം തൊട്ട് ആ ബോക്സും കാര്യങ്ങളും ഞാൻ ആ ഡൈനിങ് ടേബിളും അവിടെ വെക്കും, കാരണം എളുപ്പമല്ല ഇത് തപ്പി തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കിച്ചണിലിരുന്നിട്ട് ഇന്ന് എഡിറ്റ് ചെയ്യാം. കാരണം കിച്ചണിലിരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കറികളൊന്ന് ചൂടാറുകയും ചെയ്യും. നേരെ മറക്കാണ്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഡൈനിങ് ടേബിളും ആകുമ്പോൾ നമ്മൾ ശരിക്കും മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ട, നമ്മൾ എന്നെ ഏൽപ്പിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിലിരുന്നിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് അതേ വരുന്നത് നമ്മുടെ പാച്ചു ഉറങ്ങിയിട്ടില്ല. അവൻ കുളിയൊക്കെ കഴിഞ്ഞതേ വരുന്നുള്ളൂ, അമ്മയും മോനും കേട്ടോ. അപ്പോൾ അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പം ഈ സമയമായി ഞാനിവിടെ നിന്ന് എണീച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. വേറെ ഒന്നുമില്ല, എഡിറ്റിങ് കഴിഞ്ഞു. ഇനി എനിക്ക് വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ള പരിപാടിയല്ലേ ഉള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ ചൂടാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കതും കൂടി എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് പോയിട്ട് കിടന്നാൽ മതി. എൻ്റെ കുളിയൊക്കെ ഇത്തിരി നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. സാധാരണ ഞാൻ കിടക്കണ നേരത്തെ കുളിക്കുക, പക്ഷേ ഇന്ന് എല്ലാ പരിപാടികളും നേരത്തെ 9:30 ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നേരത്തോടെ അവസാനിപ്പിച്ചു. അങ്ങനെ നല്ലൊരു ഞായറാഴ്ചയും കഴിഞ്ഞു. എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ടായില്ലെങ്കിലും നല്ല സമാധാനപരമായി പോയ ഒരു സൺഡേ ആയിരുന്നു കേട്ടോ. കുട്ടികൾ സ്വതവേ ലീലാമിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂളാണ് കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല, ബഹളങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.